നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറൻസ് പഠിച്ചു. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അടുത്തിരുന്നാൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എത്രയാണ്. അതിനുശേഷം അത് ഉപയോഗിച്ച് നമ്മൾ ആംബിയറിൻ്റെ ഡെഫിനേഷൻ, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയറിൻ്റെ ഡെഫിനേഷനും നമ്മൾ പഠിച്ചു. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മളൊരു ലോറൻസ് ഫോഴ്സ് പറഞ്ഞായിരുന്നു. ഫോഴ്സ് ഓൺ എ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ. അതുപോലെ തന്നെ നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഒരു ഇക്വേഷൻ എഴുതി. എഫ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഓർ എഫ് ഈസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. ഇത് നമ്മൾ ഈ ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത സെക്ഷൻ നോക്കുവാണ്. ടോർക്ക് ആക്ടിങ് ഓൺ എ കറണ്ട് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ടോർക്ക് ആക്ടിങ് ഓൺ എ കറണ്ട് ലൂപ്പ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സപ്പോസ് നമ്മളൊരു കറണ്ട് ലൂപ്പ് കൺസിഡർ ചെയ്യുവാണ്. ഒരു കറണ്ട് ലൂപ്പ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ്, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിങ് റെക്റ്റാങ്കുലർ ലൂപ്പ് കൺസിഡർ ചെയ്യുവാണ്. ഇതിലൂടെ ഐ കറണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ, ഈ ഡയറക്ഷനിൽ ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ലൂപ്പിൻ്റെ ലെങ്ത് എ ബി, ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ എൽ ലെങ്തും ബി ബ്രെഡ്ത്തും ഉള്ള ഒരു കറണ്ട് ക്യാരിങ് റെക്റ്റാങ്കുലർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഈ ലൂപ്പ് ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ബി എന്ന് എടുക്കുവാണ്. സോ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് ബി. ഇതിനെ നമ്മൾ ബി എന്ന് എടുക്കുവാണ്. അപ്പോൾ ബി മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെക്ഷൻ നോക്കുക. എ മുതൽ ബി വരെയുള്ള സെക്ഷൻ നോക്കുക. സോ എ മുതൽ ബി വരെ കറണ്ട് പോകുന്നത് നേരെ മുകളിലേക്ക്. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എല്. ഇതിരിക്കുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുമ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഐ ഇൻറ്റു എൽ ക്രോസ് ബി ഈക്വൽ ടു ഐ എൽ ബി സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഫോഴ്സ് ഓൺ ദ സെക്ഷൻ എ ബി, എഫ് എ ബി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി, ദാറ്റ് ഈസ് ഐ എൽ ബി സൈൻ തീറ്റ. ഇവിടെ നോക്കുക, കറണ്ട് നേരെ മുകളിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് നേരെ വലത്തേക്കാണ്. സോ തീറ്റ 90 ഡിഗ്രി വരും. സൈൻ 90 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഐ എൽ ബി എന്ന് എഴുതാം. ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മളുടെ മിഡിൽ ഫിംഗർ വെക്കുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ നമ്മളുടെ ഫോർ ഫിംഗർ വെക്കുക. അപ്പോൾ തമ്പ് നിൽക്കുന്നത് നേരെ അകത്തേക്കാണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുക നേരെ അകത്തേക്കാണ്. സോ എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഐ എൽ ബി എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും, അത് നേരെ അകത്തേക്കാണ്. ഇനി സി ഡി എന്ന് പറയുന്ന സെക്ഷൻ നോക്കുക. ഇവിടെ മുതൽ ഇവിടം വരെ സി ഡി എന്ന് പറയുന്ന സെക്ഷൻ നോക്കുക. സി ഡി എന്ന് പറയുന്ന സെക്ഷനിലെ ഫോഴ്സ് എഫ് സി ഡി ഈസ് ഈക്വൽ ടു കറണ്ട് ഐ ആണ്, അവിടെ ലെങ്ത് എൽ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. ഇവിടെ കറണ്ട് താഴേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് വലത്തേക്കാണ്. സോ അവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി വരും. സോ ഐ എൽ ബി. പിന്നെ ഇവിടുത്തെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ കറണ്ട് നേരെ താഴേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് വലത്തേക്ക്. അപ്പോൾ തമ്പ് നിൽക്കുന്നത് നേരെ മുകളിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ്. ഇനി ഫോഴ്സ് ഓൺ ബി സി, ഈ സെക്ഷൻ ബി സി എന്ന് നോക്കിയാൽ കറണ്ട് ഈ ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡും അതേ ഡയറക്ഷൻ. സോ തീറ്റ ഈക്വൽ ടു 0, സൈൻ 0 ഈക്വൽ ടു 0. അപ്പോൾ ബി സിയിലെ ഫോഴ്സ് 0ആണ്. അതുപോലെ ഫോഴ്സ് ഓൺ എ ഡി, കറണ്ട് ഡിയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്. സോ ആംഗിൾ 180 ഡിഗ്രി വരും. സൈൻ 180 ഈക്വൽ ടു 0. സോ ഈ രണ്ട് സെക്ഷനിലും ഫോഴ്സ് 0ആണ്. സോ എഫ് ബി സി ഈക്വൽ ടു എഫ് എ ഡി ഈക്വൽ ടു 0. കാരണം ആംഗിൾ ഒന്നുകിൽ 0 ആണ് അല്ലെങ്കിൽ 180 ആണ്. ഇനി നമ്മൾ നോക്കുക, ഈ രണ്ട് ഫോഴ്സുകൾ മാത്രമേ അപ്പോൾ ആ ലൂപ്പിൽ ആക്ട് ചെയ്യുന്നുള്ളൂ. എഫ് എ ബി, ഐ എൽ ബി അകത്തേക്ക്, ഇവിടെ ഐ എൽ ബി പുറത്തേക്ക്. സോ ഇവിടെ ഐ എൽ ബി അകത്തേക്ക്, ഇവിടെ ഐ എൽ ബി പുറത്തേക്ക്.
അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഈ സൈഡിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോഴ്സ് കാരണം അകത്തേക്ക് ഒരു തള്ളലുണ്ടാകും, ഇവിടെ പുറത്തേക്ക് ഒരു തള്ളലുണ്ടാകും. സോ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. ILB മാഗ്നിറ്റ്യൂഡ് രണ്ടുപേരുടെ ഈക്വൽ ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പിൾ. അപ്പോൾ ഈ ഫോഴ്സുകൾ ഒരു കപ്പിൾ ഉണ്ടാക്കും. അവർ ആക്ട് ചെയ്യുന്നത് നോക്കിയാൽ അവർക്കിടയിൽ ഒന്ന് ഈ ലൈനിലും മറ്റേത് ഇവിടെയാണ് ആക്ട് ചെയ്യുക. സോ അവർക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് സ്മോൾ b. അത്ര അകലത്തിലാണ് ഈ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫോഴ്സുകളെയാണ് നമ്മൾ കപ്പിൾസ് എന്ന് പറയുക. അങ്ങനെ കപ്പിൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ടോ ഈസ് ഈക്വൽ ടു വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു perpendicular distance. One of the force into perpendicular distance. So it is equal to ILB into perpendicular distance. ഈ രണ്ട് ഫോഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു b. So we can write it as I into A into b, where A is equal to length into breadth, the area of the loop. ആ ലൂപ്പിൻ്റെ ഏരിയ. ഇനി നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഈ ലൂപ്പ് ഇങ്ങനെ കൃത്യം പ്ലെയിൻ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് വരുന്നത് പോലെയാണ് എന്നുള്ള കേസാണ് നമ്മൾ എടുത്തത്. നമുക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു കേസ് നോക്കാം. സോ മാഗ്നറ്റിക് ഫീൽഡ് B ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ലൂപ്പ് നിൽക്കുന്നത് ആ മാഗ്നറ്റിക് ഫീൽഡിന് തീറ്റ ആംഗിൾ, അതായത് ലൂപ്പ് ഇത് മാഗ്നറ്റിക് ഫീൽഡിന് തീറ്റ ആംഗിളിലാണ് ആ ലൂപ്പ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ തീറ്റ ആംഗിളിലാണ് ഈ ലൂപ്പ് നിൽക്കുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ സ്മോൾ b എടുത്ത പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് b സൈൻ തീറ്റ ആയിരിക്കും. b സൈൻ തീറ്റയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരിക. അങ്ങനെയാണ് നമുക്ക് ജനറലായിട്ട് നമുക്ക് എഴുതാം ടോ ഈസ് ഈക്വൽ ടു ILB ഇൻറ്റു b സൈൻ തീറ്റ. ILB ഇൻറ്റു b സൈൻ തീറ്റ. നമുക്ക് ജനറൽ കേസിൽ ഈ കേസിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം ILB ഇൻറ്റു b സൈൻ തീറ്റ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു IAB സൈൻ തീറ്റ. A ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ ഓഫ് ദ ലൂപ്പ്, IAB സൈൻ തീറ്റ. ഓർ നമ്മൾ ഈ ടോർക്കിനെ നമ്മൾ MB സൈൻ തീറ്റ എന്ന് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ, വേർ M ഈസ് ഈക്വൽ ടു I ഇൻറ്റു A. It is called magnetic dipole moment of the loop. Magnetic dipole moment of the loop. Tau is equal to MB sin theta, where M is equal to IA, is called magnetic dipole moment of the loop. ഇനി ഈ ലൂപ്പിന് ഒരു ടേൺ അല്ലാതെ, സപ്പോസ് ഇപ്പോൾ ഇതൊരു കമ്പിയാണ്, ഒരു ടേൺ അല്ലാതെ കുറേ ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൂപ്പിൽ n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. ലൂപ്പിൽ n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയായിരിക്കും. ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ തന്നെയായിരിക്കും. വേർ M ഈസ് ഈക്വൽ ടു നമ്മൾ NIA എന്ന് എഴുതും. n നമ്പർ ഓഫ് ടേൺസ്. നേരത്തെ ഒരു ടേണേ ഉള്ളെങ്കിൽ IA എഴുതും, രണ്ട് ടേണാണെങ്കിൽ 2IA ആണ് M, 3 ടേണുണ്ട് 3IA ആണ് M എന്ന് പറയുക. സോ ഇവിടെയാണ് n കൊടുക്കുക. നമ്മൾ ടോ ഈസ് ഈക്വൽ ടു NMB എന്ന് വരില്ല. ടോ ഈക്വൽ ടു MB സൈൻ തീറ്റ തന്നെയായിരിക്കും. എമ്മിനകത്ത് എന്നും കൂടി വരും. ഓർ നമ്മൾ ആ എന്നിൻ്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ എന്ന് എഴുതാം. ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് കൂടുമ്പം കൂടും, കറണ്ട് കൂടുമ്പം കൂടും, ഏരിയ കൂടുകയാണെങ്കിൽ കൂടും, മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ കൂടും, ആംഗിൾ കൂടിയാൽ കൂടും. സോ ഇത്രയും കാര്യങ്ങൾ ഈ ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആ ലൂപ്പിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് മൂലം ഈ ലൂപ്പ് ടേൺ ചെയ്യും. And that turning effect is called torque, and torque is equal to MB sin theta, where M is equal to N into I into A. N number of turns, I current, A എന്ന് പറയുന്നത് ആ ലൂപ്പിൻ്റെ ഏരിയ. നമ്മൾ ഇത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് റെക്റ്റാങ്കുലർ ലൂപ്പിനാണെങ്കിലും ഏത് ഷേപ്പിലുള്ള ലൂപ്പാണെങ്കിലും ഈ ഇക്വേഷൻ തന്നെയായിരിക്കും ടോർക്കിൻ്റേത്. ഇവിടെ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ലൂപ്പ് ഇരുന്നാലും സർക്കുലർ ഷേപ്പിലുള്ള ലൂപ്പ് ഇരുന്നാലും ഹെക്സഗണോ
അങ്ങനെ ഏതെങ്കിലും ഷേപ്പിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പിലെ ടോർക്ക് എന്ന് പറയുന്നത് എം ബി സൈൻ തീറ്റ ആയിരിക്കും. ആ ലൂപ്പിൻ്റെ ഒരു ഭാഗത്തെ ഫോഴ്സ് അകത്തേക്കും മറ്റേ ഭാഗത്തെ ഫോഴ്സ് പുറത്തേക്കും ആയിരിക്കും. അപ്പോൾ ഒരു ടോർക്ക് ഉണ്ടാകും. ആ ടോർക്ക് എന്ന് പറയുന്നത് എം ബി സൈൻ തീറ്റ തന്നെയായിരിക്കും. എം എന്ന് പറയുന്നത് NIA. ഇറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദ ലൂപ്പ്.